അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെ നന്നായി ഉച്ചരിക്കാം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതെല്ലാവരും കൃത്യമായി പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഫാത്തിഹ സൂറത്താണ് നമുക്ക് ഓതേണ്ടത്. ഫാത്തിഹ സൂറത്ത് ഓതുന്നതിന് മുമ്പായി തന്നെ അഊദു ഓതൽ സുന്നത്താണ്. ഈ അഊദു ഓതൽ അത് ഖുർആൻ്റെ ആയത്ത് കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആയത്തിൽ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അഊദു ഓതൽ സുന്നത്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുന്നതിന് തൊട്ട് മുമ്പായിട്ട് അഊദു ഓതൽ നമുക്ക് സുന്നത്തുണ്ട്. സുന്നത്തായതുകൊണ്ട് നമ്മൾ അതിൻ്റെ അക്ഷരം ശരിയാക്കണ്ട എന്നില്ല. അപ്പോൾ ആ അഊദു കൂടി നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് അഊദു മാത്രമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് എങ്ങനെ നമുക്ക് നല്ല രൂപത്തിൽ ഓതാം തെറ്റുകൂടാതെ എന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഹംസയുടെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാറ്റില്ലാതെ നമ്മൾ തൊണ്ട ഇടിക്കുകയാണ് ഹംസ ഉച്ചരിക്കാനുള്ളത്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പം അടുത്തത് ഐനാണ്. അഊദു അഊദു. അപ്പം അടുത്ത ഐനാണ്. രണ്ടാമത്തത് ഐനാണ്. ഈ അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുന്നത് ഒരേ മഖ്റജിൽ നിന്ന് തന്നെ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ് ആറ് അക്ഷരം വരുന്നത്. ആ ആറ് അക്ഷരങ്ങളിൽ തന്നെ അതിനെ 3 സ്ഥലമായിട്ട് തന്നെ അതിനെ മാറ്റിയിട്ടുണ്ട്. ഒരേ സ്ഥലത്തു നിന്ന് തന്നെ 2 അക്ഷരം വെച്ച് 3 സ്ഥലത്തുണ്ട്. ഇവിടെ അങ്ങേയറ്റം, മദ്യം, ഇങ്ങേയറ്റം എന്നുള്ള നിലയിൽ അങ്ങനെ അതിനെ ആ സ്ഥാനങ്ങൾ വിഭജിച്ചിട്ടുണ്ട്. എന്നാൽ ഒരേ സ്ഥാനത്ത് നിന്ന് തന്നെ 2 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. ആ 2 അക്ഷരങ്ങളിൽ തന്നെ ആ അക്ഷരങ്ങൾ തമ്മിൽ വ്യത്യസ്തമാകുന്നത് മഖ്റജ് കൊണ്ടല്ല, സിഫത്ത് കൊണ്ടാണ്, അല്ലേ? ആദ്യം നമ്മൾ അ എന്ന് പറയുമ്പം തൊണ്ട ഇടുക്കി പറഞ്ഞു. അതേ സ്ഥലത്തു നിന്ന് തന്നെ ഹ അ ഹ അ ഹ. ഒന്ന് തൊണ്ട ഇടുക്കി പറഞ്ഞു കാറ്റില്ലാതെ, രണ്ടാമത്തെ പറഞ്ഞപ്പോൾ കാറ്റ് വന്നു ഹ, അല്ലേ? ഹ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ അക്ഷരങ്ങളുടെ സിഫത്ത് കൊണ്ടാണ് ചില അക്ഷരങ്ങൾ വേറിട്ട് നിൽക്കുന്നത്, അതിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ സിഫത്തും മഖ്റജും വളരെ ഇമ്പോർട്ടൻ്റായ, വളരെ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ സിഫത്തുകൾ കൂടി നല്ലതുപോലെ ശ്രദ്ധിച്ച് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ബിസ്മി ഓതുമ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ കൃത്യമായി അത് നിർബന്ധമായി പാലിക്കണം. അതുകൊണ്ട് തന്നെ അഊദു ഇപ്പം നമ്മൾ സാധാരണ കേട്ടുവരുന്നതാണ് അഊദു, അല്ലേ? അഊദു എന്ന് പറയുമ്പോൾ 3 അക്ഷരങ്ങളും തെറ്റി. ഒന്നാമത്തേത് ആദ്യത്തെ ചിലപ്പോൾ ഹംസ ശരിയായി ഉച്ചരിച്ചിട്ടുണ്ടാവില്ല, മലയാള അക്ഷരമായിരിക്കും അ എന്നുള്ളത്. ഔദു ഔദു, അല്ലേ? ചിലർ ആദ്യത്തെ ഹംസ ശരിയായിട്ടുണ്ടാവും, രണ്ടാമത്തെ ഹംസ ഐന് ശരിയാവില്ല. അവിടെ എന്ത് ചെയ്യും? അവിടെ ഹംസ കൊടുക്കും ഊദു, അല്ലേ? അപ്പോൾ ദു പോയി. ഇനി ആ ദാല് എന്ന അക്ഷരത്തെ ദാലാക്കി മാറ്റി, അതും തെറ്റായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകൾ വരാതെ നമ്മൾ കൃത്യമായി അക്ഷരം ഏതാണോ ആ അക്ഷരത്തിൻ്റെ സിഫത്തുകൾ മനസ്സിലാക്കി, മഖ്റജുകൾ മനസ്സിലാക്കി നമ്മൾ ഓതുക. അപ്പോൾ എങ്ങനെ ഓതണം? അഊദു അഊദു ബില്ലാഹി 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 ബി ബില്ലാഹി ബില്ലാഹി. നമ്മൾ ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ വന്നാൽ അള്ളാഹ് എന്ന് തഫീം ചെയ്തു, കെസറാണ് വന്നാൽ തർക്കീക്കാക്കിയിട്ടും ശബ്ദത്തെ ലഘൂകരിച്ചുമാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ബില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് കെസർ വന്നു, ബി എന്ന കെസർ വന്നപ്പോൾ ഇല്ല എന്ന് വന്നല്ലേ, ബില്ലാഹി. ഹാൻ്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞു, ബില്ലാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി അല്ലേ? അപ്പം മിനശ് ശൈത്താൻ, ഷീനാണ്, ഷീൻ, ഷി. ഈ പല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ കാറ്റ് ഇങ്ങനെ പോകും, അല്ലേ? ഷി 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 ഷി. അപ്പം ഷി. അപ്പം മിനശ് ശൈത്വാനി തോനി ഷൈത്വാനി തഫീമാക്കി പറയണം. ചിലർ ഷെയ്ത്തുവാനി, അപ്പം ഷെയ്ത്തുവാനി, അല്ലേ? ബാത്ത എന്ന താന് സുക്കൂൻ കൊടുത്ത് ഷെയ്ത്ത് വാനി എന്ന് പറയും. അപ്പോൾ ഷെയ്ത്വാനി എന്നല്ല, ഷൈത്തോനി.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അർ റജീം, ഷെയ്ത്താനി എന്ന് പറഞ്ഞിട്ട് അർ റജീം എന്നുള്ള. അപ്പോൾ അതിന് ഷെയ്ത്താനിർ റജീം കസറിനെ ചേർത്തിട്ട് ആ റായിലേക്ക് ചേർത്തോ, നിർ റജീം, നിർ റജീം. റാ എന്നുള്ളതിന് തറ പറ എന്ന് പറയുന്ന മലയാളത്തിലെ റാ അല്ല, എന്നാൽ റോ എന്നുള്ള റോക്കറ്റ് പോലത്തെ റായും അല്ല. പിന്നെയോ ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ശബ്ദമാണ് വരേണ്ടത്. അപ്പോൾ എങ്ങനെ ഉച്ചരിക്കും? റോ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ്? റോ നാവിൻ്റെ ഇത് പറഞ്ഞ പോലെ ഈ തുഞ്ചിൻ്റെ ഈ ഭാഗമല്ലേ, ഈ ഭാഗം ഇങ്ങനെ പല്ലിൻ്റെ മുൻപല്ലിൻ്റെ ഊനിൽ ഇങ്ങനെ കൊടുക്കും, തട്ടും. അപ്പോൾ റോ റോ. അപ്പോൾ അതിനെ ഇങ്ങനെ പിടയ്ക്കാൻ പാടില്ല, അത് പിടയ്ക്കാത്ത രീതിയിൽ എന്നിങ്ങനെ നാവാൻ പാടില്ല. പിടയ്ക്കാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ചു തോന്നണം. റജീം. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാ ക്ലാസ്സും കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്താൽ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊന്ന്, ഈ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.